അപ്പം മാഡം മുങ്ങിയതല്ലേ? ഞാൻ ഈ വീട് അടഞ്ഞു കിടന്നപ്പോൾ വിചാരിച്ച് ഭാര്യയും ഭർത്താവും കൂടെ നാട് വിട്ട് കാണുമെന്ന്. നിന്റെ ഭർത്താവിന് ഫോൺ വിളിച്ചാൽ എടുക്കുക, എന്തിനാ ഇത്ര കുഴപ്പം? അത് അരുൺ അടയ്ക്കേണ്ട ക്യാഷ് സംഘടിപ്പിക്കാൻ പോയതോ? അയ്യോ, കേട്ട് കേട്ട് മടുത്ത്. നിനക്കൊക്കെ പറയുമ്പോൾ ഒരു എളുപ്പമില്ലായിരിക്കും, പക്ഷെ കേൾക്കണം, എനിക്ക് അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും കൂടെ ഇനിയും എൻ്റെ അടുത്ത് വേഷക്കെട്ട് എടുക്കാനാണെങ്കിൽ ഞാൻ ഡീൽ ചെയ്യണം ഇങ്ങനെ ആയിരിക്കൂല. മോളെ, എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല, സാറ് പോണം. തന്നോട് ഞാൻ ചോദിച്ചില്ല. മോളെ, ഇവൻ ആരാ? ഡോക്കളവാ, അനാവശ്യ കാര്യത്തിൽ കയറി ഒരുപാട് ഇടപെടാൻ പറ്റില്ലേ? ഇവള് 35 ലക്ഷം രൂപ തരണം, സാറ് തരുമോ? അങ്കിള് പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. അല്ല മോളെ, കുഴപ്പമില്ല അങ്കിള് പൊക്കോ. മതി മതി, പോണം. നീ കരഞ്ഞു കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. 3 മാസത്തെ എമൗണ്ടാണ് പെൻഡിങ്. ഒരാഴ്ചക്കകത്ത് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും. പിന്നെ ഈ വീടും സ്ഥലമൊക്കെ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. എടാ, അച്ഛൻ്റെ സിറ്റുവേഷൻ അല്പം ക്രിട്ടിക്കലാണ്. ഉടനെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലളിയ. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഡോണറിനെ കിട്ടിയോ? എടാ, ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ ലിവർ മാച്ചിങ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞേ. പക്ഷെ പ്രശ്നം അതല്ല. ഈ ആഴ്ച തന്നെ 30 ലക്ഷം രൂപ കെട്ടിവെച്ചാലേ സർജറി നടക്കത്തുള്ളൂ. വൈഫിൻ്റെ സ്വർണവും എൻ്റെ സേവിങ്സൊക്കെ ചേർത്ത് വെച്ചൊരു 10 ലക്ഷം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ബാക്കിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലളിയ. ഒരു 3-4 ലക്ഷം രൂപ വരെ ഞാൻ സെറ്റ് ചെയ്യാം. ബാക്കി നിനക്കൊരു ലോൺ അപ്ലൈ ചെയ്തൂടെ? എടാ, ലോണൊക്കെ ഞാൻ നോക്കി. പക്ഷെ ഇത്രയും വലിയ എമൗണ്ടിന് ഈട് വയ്ക്കാൻ എൻ്റെ ഒന്നുമില്ലടാ. ആകെപ്പാടുള്ളത് അച്ഛൻ്റെ പേരിലുള്ള ആ പ്രോപ്പർട്ടിയാണ്. അച്ഛൻ ഈ അവസ്ഥയിലായതുകൊണ്ട് എനിക്കത് വിൽക്കാനും പറ്റുന്നില്ല. അല്ലടാ, ഇവിടെ ആരെങ്കിലും ഗ്യാരണ്ടി തന്നു കഴിഞ്ഞാൽ എനിക്ക് ലോൺ കിട്ടത്തില്ലേ? ഇത്ര വലിയ എമൗണ്ടിനൊക്കെ ആര് ഗ്യാരണ്ടി വെക്കാനാടാ? ഇപ്പോൾ തന്നെ അച്ഛനെ നാട്ടിൽ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ കുറച്ച് ബന്ധുക്കളടുത്ത് കാശ് ചോദിക്കാണ്. പലരും മുഖത്ത് നോക്കിയിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എടാ, നീ ലോൺ ശരിയാക്ക, ഞാൻ ഗ്യാരണ്ടി വയ്ക്കാം. അഭിലാഷ് നിങ്ങളുടെ ഫ്രണ്ടൊക്കെ തന്നെ, പക്ഷെ എന്ത് ധൈര്യത്തിൽ ഇത്രയും വലിയ എമൗണ്ടിന് ഗ്യാരണ്ടി നിൽക്കുന്നത്? ഇനി നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. അഭിലാഷ് നമുക്ക് 10-15 വർഷമായിട്ട് അറിയാവുന്നതല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അവനെ പിന്നെ ആര് സഹായിക്കാനാണ്? എന്തെങ്കിലും കാരണം കൊണ്ട് പുള്ളിക്കാരൻ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഇത്രയും വലിയ എമൗണ്ട് നിങ്ങളുടെ തലയിലാവും. നീ വെറുതെ ആവശ്യമില്ലാതൊന്നും ചിന്തിക്കാതെ. എനിക്ക് നല്ല വശമുണ്ട്, കഴിക്കാൻ വേണ്ടി എടുത്തു ചാടി ഓരോന്ന് തീരുമാനിക്കുന്ന മുമ്പ് ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. താങ്ക്സ് എടാ. അതിന് സാറേ, ഞാൻ അടുത്ത മാസം 2 EMI കൂടെ ഒരുമിച്ച് അടയ്ക്കും സാറേ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലാണ്, അതാ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റാഞ്ഞത്. അരുണേ, നീ എന്താ ഇവിടെ? എടാ, കഴിഞ്ഞ 2 മാസം വരെ നീ എന്താണ് ലോൺ അടയ്ക്കാത്തത്? എടാ, ഞാൻ സർജറി കഴിഞ്ഞ് റെസ്റ്റിലല്ലായിരുന്നു, ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. നീ പേടിക്കണ്ട, ഞാനത് ക്ലിയർ ചെയ്തോളാം.
എടാ എങ്കിൽ പിന്നെ ഈ കാര്യം നിനക്കെൻ്റെ നേരത്തെ പറഞ്ഞുകൂടായിരുന്ന? കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ വിളിച്ചതല്ലേ. ഇതിപ്പോൾ നീ ലോൺ അടയ്ക്കാത്ത കാരണം എൻ്റെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞിരിക്കുകയാണ്. എനിക്കിപ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. എടാ നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ്റെ ആ പ്രോപ്പർട്ടി അത് ആൾമോസ്റ്റ് കച്ചവടമായിട്ടുണ്ട്. 45 ലക്ഷം രൂപ തരാമെന്ന് ഒരാൾ സമ്മതിച്ചിട്ടുണ്ടടാ. അത് രജിസ്ട്രേഷൻ ആയാൽ ഉടനെ ഞാൻ ഈ ലോൺ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തോളാം. ഈ മാസം EMI അടയ്ക്കുന്നതിനെക്കാട്ടി ലാഭം അതില്ലോ. നിന്റെ ഹെൽത്ത് ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ വരുന്നേ ഉള്ളൂ. ഡോക്ടർ 1 മാസം കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നീ വല്ലതും കഴിച്ചോ? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ സ്വർണം തരത്തില്ല. ഞാൻ അന്നേ പറഞ്ഞ ആർക്ക് വേണ്ടി ജാമ്യം നിൽക്കരുതെന്ന്. ഇപ്പൊ എന്തായി? കഴിഞ്ഞ 4 മാസമായിട്ട് അങ്ങേർക്ക് വേണ്ടി നമ്മളാ ലോൺ അടയ്ക്കുന്നത്. അടി ആ നാട് വിട്ട് പോയോണ്ട് നമുക്കിത് അടച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ ബാങ്കുകാർ കൊണ്ടുപോകും. എന്ന് വെച്ചാൽ ജീവിതകാലം മൊത്തം അവന്റെ ലോൺ അടയ്ക്കാന്നാണോ? എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പോയി കണ്ടുപിടിക്കാൻ നോക്ക്. എവിടെ പോയി തപ്പാനാണ്? കഴിഞ്ഞ 5-6 മാസം വരെ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എനിക്കാണെങ്കിൽ നാട്ടിലെ അഡ്രസ്സ് പറഞ്ഞൂടാ. ഷോപ്പിൽ നിന്ന് ഇടുന്ന വെച്ചിട്ട് ലോൺ അടയ്ക്കാൻ പോലും തികയുന്നില്ല. ഈ 1 മാസം പെൻഡിങ് എടുത്തിയപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ഫൈനും എല്ലാം കൂടി. ക്രെഡിറ്റ് ക്ലിയർ ചെയ്യാത്തതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ പിടിവിട്ട് നിൽക്കുക. നീ എങ്ങനെയെങ്കിലും അതിനോട് പറഞ്ഞത് എന്റെ കയ്യിൽ ഇനി ഇതേ ഉള്ളൂ. കൊണ്ടുപോയി എന്താന്ന് വെച്ചാ ചെയ്യും. ആടാ ഈ സ്റ്റോക്ക് കൊണ്ട് ഫില്ല് ചെയ്തേക്കെ. ചേട്ടാ ജൂലൈ മാസം ബില്ലൊക്കെ മുതലാളി ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. ജൂലൈ മാസം? എടാ 45 ദിവസത്തെ ക്രെഡിറ്റിൽ സാധനമൊക്കെ എടുത്തേക്കുന്നത്. അതൊക്കെ ക്ലിയർ ചെയ്യാം. നീ ഒന്ന് ഫില്ല് ചെയ്യും. നാളെ രാവിലെ കസ്റ്റമർ ഉള്ളേ. ഇല്ല ചേട്ടാ, പഴയ ബില്ല് ക്ലിയർ ചെയ്ത പുതിയ സ്റ്റോക്ക് ഒന്നും കൊടുക്കണ്ടെന്ന് മുതലാളി പറഞ്ഞു. അനിയവൻ നിനക്ക് കാശ് തരാമുണ്ടല്ലേ? സ്വാഹാന്ന് കരുതിയാൽ മതി. എടാ എങ്ങനെയാടാ ഈ പാവങ്ങളെ വയറ്റത്തടിച്ച് തിന്നിട്ട് നിനക്ക് തൊണ്ടയിൽ കൂടെ ഇറങ്ങണത്? നിനക്ക് കാശ് തരാനുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് വെച്ചാൽ കിട്ടുമെന്നാണ്. ഇവൻ്റെ കുത്തിന് പിടിച്ച് വാങ്ങണം. ഇവനൊരു കൂട്ടുകാരൻ കൂടെ ഉണ്ട്, അവൻ നാട് വിട്ട്. ഇവനെ പിടിച്ച പിടിയാലെ പൂട്ടിയില്ലെങ്കിൽ ഇവനും മുങ്ങും. ഷോപ്പിൽ കയറുന്ന അനാവശ്യം പറയല്ലേ. എടാ നിർത്തടാ. നിന്റെ ഷോപ്പിൽ കയറി വരണോ വീട്ടിൽ കയറി വരണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അവൻ്റെ തനിക്കൂടെ വിളി വരണുണ്ട. അയ്യ വാങ്ങിച്ച കാശ് തിരിച്ചു തരാൻ വക്കിലും അവൻ ചിലക്കണ്. എടാ നിന്റെ കൂട്ടുകാരൻ അവൻ്റെ അമ്മൂമ്മയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് എന്നെ കുറെ വലിപ്പിച്ച്. ഇനി നിന്റെ താളം കൂടെ ഞാൻ കേൾക്കണമായിരിക്കും. ഒരാഴ്ച സമയം തരാം. നീ റോഡിൽ ഇറങ്ങി തെണ്ടോ കൊള്ളയടിക്കുമോ എന്ന് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തിരിക്കണം. മനസ്സിലാടാ? നീ ഇങ്ങനെ നിൽക്കേ ഉള്ളൂ. നിനക്ക് കാശ് വേണമെങ്കിൽ നിന്റെ മുതലാളിയുടെ അടുത്ത് വന്ന് 2 പൊട്ടിച്ചിട്ട് വാങ്ങിച്ചിട്ട് പോളെ വഴി നോക്കടാ. മോനെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചെന്ന് അറിഞ്ഞു. മോനെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് അറിയാത്തോണ്ടാ ഞാൻ അങ്ങോട്ട് വരാത്ത. എൻ്റെ മോളുടെ കല്യാണത്തിന് മോൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്ഥിതിയും കുറച്ച് മോശമാണ്. 10-20 ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കായിരുന്നു. ഇപ്പം 5 ലക്ഷം എന്ന് പറഞ്ഞാൽ
അരുൺ ചിലപ്പോൾ നിന്നെ വിളിക്കുവേ. അവൻ്റെ സിറ്റുവേഷൻ നിനക്കറിയാലോ. അവൻ ആകെ തകർന്ന് നിൽക്കുക. പൈസ വല്ലതും ചോദിച്ചാൽ കൊടുത്തേക്കല്ലേ. അളിയ, ഞാൻ ഓൾറെഡി ഹോം ലോണൊക്കെ എടുത്ത് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. എൻ്റെ അവസ്ഥ തീരെ മോശമായതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കൂ. എടാ 2 ദിവസം മുമ്പാണെങ്കിൽ പോലും നോക്കാമായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കാർ മാറ്റി പുതിയ XUV ബുക്ക് ചെയ്ത്. അളിയ, ജപ്തി ഒഴിവാക്കാൻ ഒരു വഴിയില്ലടാ. ഒന്ന് സഹായിക്കണം പ്ലീസ്. ഹലോ, പറയടാ. അതവനാണെന്ന് എനിക്ക് ഉറപ്പാണോ? അറിയാം, ഞാനിന്ന് രാത്രി വണ്ടി കയറുവേ. നീ അന്ന് പറഞ്ഞ ഡീലൊന്ന് ശരിയാക്കി താടേ. നീ ടെൻഷൻ അടിക്കാതെ പോടേ, ഞാനല്ലേ പറയണേ. എന്താടാ? അളിയ ഒന്നും ചെയ്യണ്ട, എൻ്റെ ഫ്രണ്ടാ. പക്ഷെ അവൻ്റെ വരവത്ര ശരിയല്ലല്ലോ. വിടളിയാ, ഇത് വേറെ കേസ്. അനിയ, ഇത് ഏരിയ മോശമാണ്. അടങ്ങ് കേട്ടാ. അളിയ, നിനക്ക് സുഖമല്ലേ? നീ എന്നെ ചതിക്കായിരുന്നല്ലടാ. എൻ്റെ അച്ഛനെ സർജറിക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ടില്ലടാ ഞാൻ നിനക്കോട് ജാമ്യം നിന്നത്. എന്നിട്ട് എങ്ങനെയാടാ നിനക്കെന്നെ? അയ്യോളിയ, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ല അളിയ. സത്യം പറഞ്ഞാൽ നിന്നെ ഈ അവസ്ഥയെ കണ്ടതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ജാമ്യം നിൽക്കാൻ ഞാനല്ലല്ലോ അളിയൻ്റെ അടുത്ത് പറഞ്ഞു. അളിയൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അളിയ, നീ എന്നെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അല്ലാതെ എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ നിന്നെ കാണാൻ വന്നത്. പിന്നെ ആ 40 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ കാര്യം, അങ്ങനെയൊന്നും ഇല്ലളി. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഗതികെട്ട ജീവിതം ജീവിക്കും. അതുകൊണ്ട് അളിയ, ഇനി എന്നെ ഇവിടെ തപ്പി വന്നിട്ട് ഒരു കാര്യമില്ലളി. നീ ആ ലോൺ എങ്ങനെയെങ്കിലും അങ്ങ് അടച്ച് തീർക്ക്. അളിയ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ആരോടിന് മനസ്സിലാവുന്നവരെ അളിയൻ്റെ രീതിയിലൊന്ന് പറഞ്ഞോളൂ. ഒരുപാട് ദൂരം നിന്ന് വന്നു കിട്ടി. അപ്പം ശരി. സൗഹൃദത്തിൻ്റെയും ബന്ധങ്ങളുടെയൊക്കെ പേരിൽ മറ്റൊരാളുടെ ലോണിന് ജാമ്യം നിന്ന് സ്വന്തം സമ്പാദ്യം വരെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ലോണിന് ഗ്യാരണ്ടി നിൽക്കുന്നതിന് മുമ്പ് ഇതിലെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലോൺ എടുക്കുന്ന ആളുടെ കഴിവിനേക്കാൾ വലിയ എമൗണ്ടാണ് ആവശ്യപ്പെടുന്നതെങ്കിലും
അവരുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ ബാങ്കിന് എന്തെങ്കിലും സംശയം തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് അവരൊരു ജാമ്യക്കാരനെ ആവശ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ ജാമ്യം നിന്ന് ലോൺ എടുത്ത ആൾ അത് തിരിച്ചടച്ചില്ലെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ നിങ്ങൾ നിയമപരമായി ബാധ്യസ്ഥരായി മാറുന്നു. അതുമാത്രമല്ല, ഇവർ സ്ഥിരമായിട്ട് EMI മുടക്കിയാൽ EMI തുകയോടൊപ്പം തിരിച്ചടവ് വൈകിയുള്ള പിഴ കൂടി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. EMI മുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ജാമ്യം നിന്ന ആളുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങളൊരു ലോൺ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങളെ കൊണ്ട് ആ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ഉൾപ്പെടെയുള്ള വ്യക്തിഗത സമ്പാദ്യങ്ങൾ ലേലം ചെയ്ത് ബാങ്കുകാർ ആ പണം തിരിച്ചു പിടിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ആരെയും സഹായിക്കരുതെന്നോ ആർക്കു വേണ്ടിയും ഒരിക്കലും ജാമ്യം നിൽക്കരുതെന്നോ ഒന്നും അല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഒപ്പ് തന്നല്ലോ, ഒരു ജാമ്യം തന്നല്ലോ എന്നൊക്കെ ഇതിനെ നിസ്സാരമായി കാണാതെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും വരും വരായ്വകളെ പറ്റി വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു ലോണിന് ജാമ്യം നിൽക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഭാവിയിൽ നിങ്ങളുടെ സുഹൃത്തിനോ ബന്ധുക്കൾക്കോ വേണ്ടി ഒരു ലോണിന് ജാമ്യം നിൽക്കാൻ നിങ്ങൾ തയ്യാറാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു ലോണിന് ജാമ്യം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളിപ്പോൾ ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന